ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഞാനിന്നിവിടെ കിണ്ണത്തപ്പം ഉണ്ടല്ലോ, നല്ല നാടൻ പലഹാരം അരി വെച്ചൊക്കെ ഉണ്ടാക്കുന്നത്, അത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് ഈ വയറ് കാണൽ ചടങ്ങ്, ഈ 5-ാം മാസം വയറ് കാണൽ ചടങ്ങുണ്ട്. അപ്പം അതിനുണ്ടാക്കുന്നൊരു മെയിൻ പലഹാരം കൂടിയാണ് ഇത്. ഇതിനായിട്ട് എടുക്കുന്നത് നല്ല മട്ടരിയാണ്, പുഴുക്കലരി തരി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ ആ അരിയാണ് എടുക്കുന്നത്. കുറച്ച് പച്ചരിയും കൂടി ഇടും. അപ്പൊ അരിയും അതുപോലെ തന്നെ പച്ചരിയും കൂടിയും കുതിർത്താനിട്ട് വെക്കണം. ഒരു 3-4 മണിക്കൂർ കുതിർത്തി എടുക്കണേ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നാളികേരം ചിരവിയതാണ്. അതൊരു അരമുറിയോളം നാളികേരം എടുക്കാം. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഏലക്കായം കൂടി വേണേ. അപ്പൊ അരി അങ്ങോട്ട് കുതിർത്തിയെടുത്ത് നല്ലവണ്ണം അങ്ങോട്ട് കഴുകിയിട്ടേ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചങ്ങോട്ട് എടുക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ ശർക്കരയും കൂടി ഞാൻ അരച്ച് തന്നെ എടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലാണ്. അപ്പോൾ ഇവിടെ ശർക്കരയൊക്കെ കിട്ടണ നല്ല ശർക്കരയാണ്, അങ്ങനെ കല്ലും മണ്ണും കരടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അത് തന്നെ പൊടിച്ച് അങ്ങോട്ട് ചേർത്ത് അരയ്ക്കുകയാണേ. അല്ലെങ്കിൽ അത് ഉരുക്കിയിട്ടൊക്കെ എടുക്കേണ്ടി വരും ശർക്കര. അപ്പോൾ മാവ് നല്ലവണ്ണം അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഇഡ്ഡലി മാവ് ഒക്കെ അരച്ചെടുക്കുമല്ലോ, അതേ ഒരു കൺസിസ്റ്റൻസി തന്നെ വേണേ. അധികം ലൂസാവാൻ പാടില്ല, എന്നാൽ അധികം കട്ടിയാവാനും പാടില്ലാത്തൊരു പാകത്തിൽ മാവ് അരച്ചെടുക്കുക. മാവ് പുളിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് അരച്ച് അങ്ങോട്ട് എടുത്ത് ഇഡ്ഡലിച്ചെമ്പിലോ അല്ലെങ്കിൽ ആവി വന്ന പാത്രത്തിലിട്ട് അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുത്താൽ മതിയാവും. ഞാനിവിടെ ഇഡ്ഡലിച്ചെമ്പിലാണ് ഇതുണ്ടാക്കുന്നത്. ഇഡ്ഡലിച്ചെമ്പിലേക്ക് വെള്ളമൊഴിച്ചത് നല്ലവണ്ണം തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ ഇഡ്ഡലിയുടെ തട്ട് തന്നെ വെച്ചിട്ടാണ് അതിലോരോ ഇതിലേക്ക് ഞാൻ മാവൊഴിച്ച് കൊടുത്തിട്ടാണ് ഇതാദ്യം വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ എണ്ണയോ അങ്ങനെ നെയ്യോ അങ്ങനെയൊന്നും പുരട്ടി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലവണ്ണം അത് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ അധികം പാടൊന്നും വിടാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. കുട്ടികൾക്കായാലും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു പലഹാരമാണ്. ഇതുവരെ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജില്ലകളിലും ഓരോ രീതിയിലാണല്ലോ ഇതേപോലെയുള്ള കിണ്ണത്തപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ചില ജില്ലകളിൽ ചിലപ്പോൾ കിണ്ണത്തപ്പം എന്ന് പറയുന്നതിന് പകരം കലത്തപ്പം എന്ന് പറയും. അതിന് നല്ലവണ്ണം എണ്ണയൊക്കെ ചേർത്ത്, അതും കഴിക്കാനായിട്ട് നല്ല രസമാണ്. അത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും വ്യത്യാസമാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു പലഹാരം നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.